സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പോൾ ഹേമ കമ്മീഷനും ഡോറ് മുട്ടലും സംബന്ധമായിട്ടുള്ള നടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതകളും അതിൻ്റെ പറ്റിയിട്ടുള്ള ചർച്ചകളും മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കോമഡി ആയിട്ട് തോന്നുമെങ്കിലും പക്ഷേ ഇതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് പ്രവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു ആൾ പെട്ടെന്ന് ഈ ബാച്ചിലേഴ്സ് മാത്രം താമസിക്കുന്ന റൂമിലേക്ക് ഒരാൾ പെട്ടെന്ന് വാഷ്റൂമിൽ കയറിയിട്ട് ഇറങ്ങാൻ കുറച്ച് താമസിച്ചാലും പുറത്തുനിന്ന് 3-4 ആൾക്കാർ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞ് മുട്ടുന്നേരി സങ്കടകരമായ കാഴ്ച. അപ്പോൾ അതിന് ഒരുപാട് വട്ടം ഞങ്ങൾ പല കമ്മീഷനും ഉണ്ടാക്കി. ഞാൻ 2016 ഞങ്ങളൊരു കമ്മീഷൻ ഉണ്ടാക്കിയിട്ട് അതിന് ഒരു ഹർജി കൊടുത്തായിരുന്നു. അപ്പോൾ പരിപ്പും പാകിസ്ഥാനി റൊട്ടിയും കഴിക്കുന്നവർക്കാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടുതൽ എടുക്കാമെന്ന് അന്ന് ഞങ്ങൾ ആ ഹർജിയിൽ പാസ്സാക്കി. അതൊന്നും വകവെക്കാതെയാണ് ഒരു 2-3 മിനിറ്റ് കൂടുതൽ എടുത്താൽ പുറത്തുനിന്ന് 3-4 ആൾക്കാർ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞ് മുട്ടുന്നൊരു സങ്കടകരമായിട്ടുള്ള കാഴ്ച. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു ഹേമന്ത് കമ്മീഷനോ ഹമീദ് കമ്മീഷനോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ഒരു നടപടി എടുക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാഴ്ച എന്ന് വെച്ചാൽ അകത്തിരുന്ന് മുട്ട് തീർക്കുന്ന ആൾക്ക് മനസ്സിലാകാൻ പറ്റില്ല പുറത്ത് മുട്ടിക്കിടക്കുന്നതിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ മുട്ടലിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടിട്ട് പിന്നെ എത്രയും പെട്ടെന്ന് ഒരു ഹേമന്ത് കമ്മീഷനോ അല്ലെങ്കിൽ ഹമീദ് കമ്മീഷനോ ഉണ്ടാക്കിയിട്ട് ഒരു നടപടി ഉണ്ടാവണം എന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ആരെടുത്താൽ പറയേണ്ടത് നമുക്ക് അറിഞ്ഞൂടെ. ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഹേമന്ത് കമ്മീഷനോ അല്ലെങ്കിൽ ഒരു ഹമീദ് കമ്മീഷനോ ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ സങ്കടം കൂടി നിങ്ങളൊന്ന് കേട്ടിട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഭയങ്കര